ജമ്മുകാശ്മീരിൽ രണ്ടിടങ്ങളിൽ വൻ ഭീകരാക്രമണം. കത്വയിൽ ഒരു CRPF ജവാൻ വീരമൃത്യു വരിച്ചു. ദോഡയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കരസേനാംഗങ്ങളടക്കം 6 ജവാന്മാർക്ക് പരിക്കേറ്റു. 3 ദിവസത്തിനിടെ കശ്മീരിലുണ്ടാകുന്ന മൂന്നാമത്തെ ഭീകരാക്രമണമാണിത്. ആശങ്കയുയർത്തിയ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ദോഡയിലും കത്വയിലും ഭീകരാക്രമണം നടന്നത്. കത്വയിൽ രാജ്യാന്തര അതിർത്തിയോട് ചേർന്ന് ഹിരാൻ നഗറിലാണ് നുഴഞ്ഞുകയറെത്തിയ 2 ഭീകരർ നാട്ടുകാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഭീകരരെ നേരിടാനെത്തിയ CRPF ജവാൻ കബീർ ദാസിന് വെടിയേറ്റ് പരിക്കേറ്റു. പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ ജവാനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ആക്രമണത്തിൽ 3 നാട്ടുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കത്വയിൽ ഒരു ഭീകരനെയും വധിച്ചു. മറ്റു ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. ദോഡയിൽ ഭദേർബ പത്താൻകോട്ട് റോഡിലെ കരസേനയുടെയും പോലീസിന്റെയും സംയുക്ത ചെക്ക് പോസ്റ്റിലാണ് ഭീകരാക്രമണം നടന്നത്. ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ ജവാന്മാർക്ക് നേരെ വെടിയുതിർത്തു. ആക്രമണത്തിൽ 6 ജവാന്മാർക്കാണ് പരിക്കേറ്റത്. രാഷ്ട്രീയ റൈഫിൾസിന്റെ 5 ട്രൂപ്പർമാരും ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസറുമാണ് ചികിത്സയിലുള്ളത്. 2 ജവാന്മാരുടെ നില ഗുരുതരമെന്നാണ് വിവരം. ദോഡ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം കശ്മീർ ടൈഗേഴ്സ് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ഞായറാഴ്ച 10 പേർ കൊല്ലപ്പെട്ട റിയാസിലെ ആക്രമണത്തിൽ ഉൾപ്പെട്ടതെന്ന് കരുതുന്ന ഭീകരന്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു മേഖലയിലേക്ക് ഭീകരർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ സുരക്ഷാ ഏജൻസികളും ആശങ്കയിലാണ്. ഭീകരരെ നേരിടുന്നതിൽ മോദി സർക്കാർ പരാജയമാണെന്നുള്ള ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.